പഴയ ലെഗസിയുള്ള പാല തിരിച്ചു വരണം എന്ന് പറഞ്ഞ വികസനം തന്നെയാണല്ലോ, മതസൗഹാർദ്ദം തന്നെയാണല്ലോ, ഒരുമിച്ച് ജനങ്ങളെ ചേർത്ത് പിടിക്കണമെന്നാണല്ലോ, ഒരു കൂടപ്പറപ്പായിട്ട് നിൽക്കണമെന്നാണല്ലോ. അതാണല്ലോ മാൻസാർ ചെയ്തത്. അത് തന്നെയാണല്ലോ ഇടതുപക്ഷം ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു മേഖലയെ, ഒരു സമുദായത്തെ, ഞാൻ ക്രിസ്ത്യൻ എന്നുള്ളതല്ല, അവർക്ക് എന്തെങ്കിലും ഉന്നം വെച്ച് അവരുടെ ഒരു രീതിയിൽ കൺട്രോളിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഒരു നിയമ ഭേദഗതിയിലേക്ക് ചെന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തം. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം. അതിന് കൃത്യമായ ഞങ്ങളുടെയൊക്കെ നിലപാട് അത് തന്നെയാണ്. ലോക്സഭയാണെങ്കിൽ പാലാ ശ്രദ്ധാകേന്ദ്രമാവും, നിയമസഭയാണെങ്കിൽ പാലാ ശ്രദ്ധാകേന്ദ്രം. എന്തുകൊണ്ടാണ്? പാല ഇന്ന് കേരളത്തിന് മോഡലായി മാറി എല്ലാ കാര്യത്തിലും. എന്ത് പറഞ്ഞാലും നമുക്ക് വ്യത്യസ്തമായ നിലപാടുകളുണ്ടെങ്കിലും അവരൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഭാവമാണ്. അവരൊന്നും തീർന്നു പോകരുതെന്നൊക്കെ കരുതി മാത്രം അവരെ ക്ഷണിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു വേണ്ടാറുണ്ട്. അപ്പോൾ ഒരു സീറ്റ് പറിച്ചു മാറ്റി വീണ്ടും നമുക്ക് തന്ന് അങ്ങനെ ഒരു വിഷമഘട്ടത്തിലേക്ക് ആക്കാൻ എനിക്കും ആഗ്രഹമില്ല, അവർക്കും ആഗ്രഹമില്ല. കേരളത്തിനും പാലയ്ക്കും പരിചയപ്പെടുത്തേണ്ടാത്ത മുഖമാണ് പാലയുടെ സ്ഥാനാർത്ഥി ജോസ് കെ മാണി. സ്വാഗതം. ഇത്തവണത്തെ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ആളുകൾക്ക് ഒരു പക്ഷേ ഒരു വിഷമമൊക്കെ ഉണ്ടാവും. കാരണം കഴിഞ്ഞ തവണ അവർക്ക് വേണ്ടത്ര സഹായിക്കാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു അങ്ങയുടെ അനുഭവം? മണ്ഡലത്തിൽ പോകുമ്പോൾ ആൾക്കാർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ ഒരു 5 അല്ലെങ്കിൽ 7 വർഷം കൊണ്ട് പാലായിലെ പല കാര്യങ്ങളും മുന്നിലായിരുന്നു. വികസനത്തിൻ്റെ കാര്യത്തിൽ, മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ, കൃഷിയുടെ കാര്യത്തിൽ, സ്പോർട്സിൻ്റെ കാര്യത്തിലെല്ലാം ഒരു മാതൃകയായിരുന്നു പാല. പക്ഷേ അതിൽ നിന്നൊരു മങ്ങലേറ്റു. അപ്പോൾ പാലായുടെ ഒരു സുവർണകാലം, ഒരു പ്രതാപം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഇന്ന് പാലായിലുള്ള നാട്ടുകാരുടെ, നമ്മുടെ ജനങ്ങളുടെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെയധികം അനുകൂലമായ ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്നുള്ളതിനാണ് ഞങ്ങൾ കരുതുന്നത്. ഇടതുമുന്നണിയുടെ രണ്ടാം വരവിൻ്റെ സൂത്രധാരന്മാരിൽ ഒരാളായിട്ട് സാറിനെയാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം പാലയിലേക്ക് പൂർണ്ണമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആൾക്കാരുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തവണ സാർ പാലക്കാരുടെ മുന്നിൽ വയ്ക്കുന്നത് എന്തായിരിക്കും? അല്ല, പാലക്കാരുടെ മുമ്പിൽ വെക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാല എങ്ങനെയായിരുന്നു കഴിഞ്ഞ 50 വർഷക്കാലം. ഇന്ന് ഞങ്ങളുടെ പാല ഒന്ന് ലോകരാഷ്ട്രങ്ങളെ മലയാളികൾക്ക് അടയാളപ്പെടുത്തിയത്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചൊരു മങ്ങലേറ്റിട്ടുണ്ട് കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട്. പാലായിൽ എപ്പോഴും ആളുകൾ, ജനങ്ങൾ അഭിമാനം കൊള്ളുന്നതാണ് പാല എന്ന് പറയുമ്പോൾ. പുറത്തു പോയി നിങ്ങളുടെ അടുത്തൊക്കെ പാല എന്ന് പറയുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത്, അല്ലാതെ വളരെ വിഷമത്തോടു കൂടിയല്ല പാല പറഞ്ഞത്. ആ പാല എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന ആളിനും പാലായെ പറ്റി ഇങ്ങോട്ട് പറയാൻ ഒത്തിരി കാണും. പക്ഷെ അതല്ല ഇപ്പം. അതിൽ നിന്ന് ആ ബ്രാൻഡിങ്ങിൽ നിന്ന് ഒത്തിരി താഴോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലാ പ്രദേശത്തിന് തിരിച്ച് ആ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിനുള്ള ആൾ വേണം എന്നുള്ളതാണ്. ഈ ഇടതുമുന്നണിയുടെ തുടർഭരണം അല്ലെങ്കിൽ വികസനത്തിനുള്ളൊരു വോട്ട് അത് തുടരണം എന്നുള്ളതാണോ? അതായിരിക്കും കൂടുതൽ വരിക? അത് മാണി സാറിന്റെ ലെഗസിയുള്ള പാല പഴയ പോലെ വരണം എന്നുള്ളത് ഏതായിരിക്കും? ഇത് രണ്ടും ഒന്നാണല്ലോ. പഴയ ലെഗസിയുള്ള പാല തിരിച്ചു വരണം എന്ന് പറഞ്ഞ വികസനം തന്നെയാണല്ലോ, മതസൗഹാർദ്ദം തന്നെയാണല്ലോ, ഒരുമിച്ച് ജനങ്ങളെ ചേർത്ത് പിടിക്കണമെന്നാണല്ലോ, ഒരു കൂടപ്പറപ്പായിട്ട് നിൽക്കണമെന്നാണല്ലോ. അതാണല്ലോ മാൻസാർ ചെയ്തത്. അത് തന്നെയാണല്ലോ ഇടതുപക്ഷം ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ ക്യാമ്പയിൻ. ഈ മതസൗഹാർദ്ദം പറഞ്ഞതുകൊണ്ട് പറയാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന് കൂടുതൽ പ്രാതിനിധ്യമുള്ളൊരു സ്ഥലമാണ്. FCRA പോലുള്ള നിയമങ്ങൾ വരും, താൽക്കാലികമായി നടപ്പിലാക്കുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും BJP പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അത് പാലയിലെ ജനങ്ങൾ എങ്ങനെ? ഇതിപ്പോൾ പാലായിലെ ജനങ്ങൾ എന്നുള്ളത് മാത്രമല്ല, ഈ വിഷയത്തിൽ കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഉപേക്ഷിക്കണം എന്നുള്ളത്. കാരണം ഇന്ന് പാല മാത്രമല്ല, കേരള സംസ്ഥാനത്തിലെ കാണുന്ന ഒരു പുരോഗതിക്ക് എല്ലാ സമുദായങ്ങളുടെ കോൺട്രിബ്യൂഷനുണ്ട്. അപ്പോൾ അത് പറയുമ്പോഴും ക്രൈസ്തവ സഭയിൽ ഇപ്പോൾ എത്രയോ സ്ഥാപനങ്ങൾ, കെയർ ഹോംസ്, വൃദ്ധമന്ദിരങ്ങൾ, ബാലമന്ദിരങ്ങൾ എത്രയോ ഉണ്ട്. ഇതിനെല്ലാം സർക്കാർ രൂപപ്പെടുത്തിയതല്ലല്ലോ. ഇതൊക്കെ പുറത്തുനിന്ന് നമ്മുടെ മിഷണറിമാർ ജോലി ചെയ്ത് ഫണ്ട് സ്വരൂപിച്ച് അല്ലാതെയും സഹായിച്ചൊക്കെയാണ്. അപ്പോൾ അതിനെയെല്ലാം, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു മേഖലയെ, ഒരു സമുദായത്തെ, ഞാൻ ക്രിസ്ത്യൻ എന്നുള്ളതല്ല, അവർക്ക് എന്തെങ്കിലും ഉന്നം വെച്ച് അവരുടെ ഒരു രീതിയിൽ കൺട്രോളിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഒരു നിയമ ഭേദഗതിയിലേക്ക് ചെന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തം. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം. അതിന് കൃത്യമായ ഞങ്ങളുടെയൊക്കെ നിലപാട് അത് തന്നെയാണ്. പാലയിലൊരു ത്രികോണ മത്സരമാണെന്ന് തോന്നുന്നുണ്ടോ? അതേ പരമ്പരാഗത വൈരികളായ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന പോലെ 3 മുന്നണിയുണ്ട്, 3 മുന്നണി മത്സരിക്കുന്നു. പക്ഷെ പൊതുവേ പറയുമ്പോൾ LDFും UDFും ആയിട്ടുള്ള മത്സരമാണ്. അപ്പോൾ LDFിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ, LDFിൻ്റെ ഒരു മുഖ്യ പ്രചാരകനായി നിൽക്കുമ്പോൾ
പാലയിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിൽ കൂടി പോകാറുണ്ട്. അപ്പൊ സമീപ കോട്ടയത്തിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് അങ്ങേക്ക്? അല്ല, ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് കടുത്തുരുത്തിലും മറ്റു മണ്ഡലങ്ങളിലുമൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. സമയക്കുറവാണ്. പക്ഷേ എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വിന്നബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഇപ്പോഴുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റോടുകൂടി, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റോടുകൂടി വിജയിക്കുമെന്നുള്ളൊരു സംശയമില്ല, തീർച്ചയാണ്. ഇതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രചരണ ജാഥ അങ്ങ് നയിക്കുകയുണ്ടായി. ആ സമയത്ത് ആളുകളുടെ ഒരു പ്രതികരണം, അതായത് ഒരു ഈ സർക്കാർ ഇനിയും വരണം, അത്തരത്തിലൊരു പ്രതികരണം. ഞാൻ അതിൻ്റെ ഒരു ക്യാപ്റ്റൻഷിപ്പ് എനിക്ക് നൽകിയപ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF എനിക്ക് നൽകിയപ്പോൾ ഞാനതങ്ങ് ഏറ്റെടുത്തു. ഞാൻ ഓർത്തൊക്കെ സാധാരണ ജാഥ നടത്തുന്നവർ അങ്ങ് നടത്തി പോകാമെന്നത്. പക്ഷേ അതല്ല, ആ ജാഥയിൽ വന്നിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല. ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ വെന്യൂവിനകത്തോട്ട് വന്നില്ലെങ്കിലും പോകുന്ന വഴിയോരങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് അതിൻ്റെ ടൗണുകളിൽ ഇത് വീക്ഷിക്കുവാനും കാണുവാനും ഇതിനെ പ്രതികരിക്കുവാനും ഒക്കെ അവർ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ആവേശത്തോടു കൂടിയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അപ്പോൾ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് കാണുമ്പോൾ അറിയാം, അതിനകത്ത് ഏറ്റവും കൂടുതൽ അത് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണ്. അതെല്ലാം ബലപ്പെടുത്തി വന്നു. പിന്നെ പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നത് അവിടെ നിന്ന് കണ്ട് താമസിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ വലിയൊരു സക്സസ്ഫുൾ ആയിരുന്നു നമ്മൾ നടത്തിയ ആ വികസന മുന്നേറ്റ ജാഥ. ശരിക്കും ഇത്രയും മുന്നേറ്റം ആൾക്കാരുടെ ഇടയിലുള്ളപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണോ ഒരുപക്ഷെ കൂടുതൽ ആരോപണങ്ങൾ ഈ സമയത്ത് അങ്ങയിലേക്ക് വരുന്നത്? മുന്നണി മാറ്റം, അല്ലെങ്കിൽ ഐക്യമില്ലായ്മ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആരോപണങ്ങൾ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, പാലായിൽ ഒരു ചെറിയ ബൈ ഇലക്ഷൻ വന്നാൽ, വാർഡിലുള്ള ഇലക്ഷൻ വന്നാൽ പാലാ ശ്രദ്ധാകേന്ദ്രമാവും. അത് ത്രിതല പഞ്ചായത്താണ് പാലാ ശ്രദ്ധാകേന്ദ്രമാകും കേരള സംസ്ഥാനത്ത്. ഇനി ലോക്സഭയാണെങ്കിൽ പാലാ ശ്രദ്ധാകേന്ദ്രമാവും, നിയമസഭയാണെങ്കിൽ പാലാ ശ്രദ്ധാകേന്ദ്രം. എന്തുകൊണ്ടാണ്? പാല ഇന്ന് കേരളത്തിന് മോഡലായി മാറി എല്ലാ കാര്യത്തിലും. 50 വർഷം ഈ പാലായെ പ്രതിദാനം ചെയ്ത KM മാണി സാറ് ആ രീതിയിലേക്ക് ഇതിനെ ബ്രാൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞ് വരുന്ന ആൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ വരുമ്പോൾ തീർച്ചയായും അതിനെ ഒന്ന് നോക്കിക്കാണും. ഇപ്പോൾ 50 വർഷമായില്ലേ, അതിനെ ഒന്ന് എങ്ങനെയെങ്കിലും സ്ലൈസ് ചെയ്യാൻ നോക്കും. ശത്രുക്കൾ രാഷ്ട്രീയ ശത്രുക്കളായിരിക്കാം, അല്ലാതെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ എത്രയോ പ്രാവശ്യം കഴിഞ്ഞ 7 വർഷം അച്ചാച്ചൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ വ്യക്തിഗതീയം, നുണക്കഥകളും അതുപോലെ തിരക്കഥകളും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന, അതിനകത്ത് പല നരേറ്റീവ്സും വരും. പക്ഷേ ഏറ്റവും അവസാനം എന്താണ് കാണുന്നത്? അതൊക്കെ തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് എല്ലാത്തിൻ്റെയും ഫലം. ഈ ട്രെൻഡ് ഈ സമയത്ത് കണ്ടൊരു സംഗതിയാണ്. മുൻപ് തള്ളി പറഞ്ഞിരുന്നവർ പോലും മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുകയും അവര് സ്വന്തം നിലയ്ക്ക് അങ്ങയുടെ മുന്നണിക്ക്, അങ്ങയുടെ കക്ഷിക്ക് സീറ്റ് വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നിരുന്നു. എന്തായിരിക്കും അങ്ങനെ ഒരു പെട്ടെന്നൊരു സ്നേഹം വരാൻ? ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരുടെ ഈ പറയുന്ന അവരുടെ ഏത് രീതിയിലാണ്, ഏത് സിറ്റുവേഷനാണെന്ന് എനിക്കറിയാം. ഇതെന്ത് പറഞ്ഞാലും നമുക്ക് വ്യത്യസ്തമായ നിലപാടുകളുണ്ടെങ്കിലും അവരൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഭാവമാണ്. അവരൊന്നും തീർന്നു പോകരുതെന്നൊക്കെ കരുതി മാത്രം അവരെ ക്ഷണിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ. അവർക്ക് താല്പര്യമില്ല, ഞാൻ പറഞ്ഞു വേണ്ടാന്നും പറഞ്ഞു. അല്ല, എന്നിട്ടും അവസാനം 13ാമത്തെ സീറ്റ് വന്നപ്പോൾ ഒരുപക്ഷെ വേണ്ടത്ര ഇപ്പൊ ചോദിച്ചത് ഏതാ? ഞാൻ ജോസഫിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ, അതാണ്. എന്നിട്ടും LDFിലേക്ക് അത്രയും UDF ക്ഷണിച്ച ഒരാള്, സീറ്റ് വെച്ച് ക്ഷണിച്ച ഒരാള് LDFിൽ വരുമ്പോൾ ഒരു സീറ്റ് കിട്ടാതെ വന്നപ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടായോ? അതിനകത്ത് 13ാമത്തെ സീറ്റ് ശരിയാണ്, ഈ പറഞ്ഞ പോലെ വാഗ്ദാനം ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും സീറ്റ് മേടിക്കുമ്പോൾ നമുക്ക് യോജിച്ചോടെ വേണം. ആ സീറ്റിലെല്ലാം ഒരു സിറ്റിംഗ് MLA ആണ്. ഇപ്പൊ അവരുടെ നിലപാട് എന്ന് പറയുന്നത്, അവരുടെ നയം മാറി. CPMന്റെ എന്താണ്, 2 പ്രാവശ്യം മത്സരിച്ചിട്ട് 3ാമത്തെ പ്രാവശ്യം വേണ്ട എന്നുള്ളതാണ് സാധാരണ. പക്ഷേ ഈ പ്രാവശ്യം വിജയിക്കുവാൻ സാധ്യതയുള്ള എല്ലാ MLAമാരും വീണ്ടും മത്സരിക്കുക. അപ്പോൾ ഒരു സീറ്റ് പറിച്ചു മാറ്റി വീണ്ടും നമുക്ക് തന്ന് അങ്ങനെ ഒരു വിഷമഘട്ടത്തിലേക്ക് ആക്കാൻ എനിക്കും ആഗ്രഹമില്ല, അവർക്കും ആഗ്രഹമില്ല. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള മുന്നണിയിൽ കൂടുതൽ പരിഗണന, അതായത് ഇപ്പൊ സീറ്റ് നൽകാൻ കഴിഞ്ഞില്ല, പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ പരിഗണന വരുന്ന സർക്കാരിലോ, കാരണം കഴിഞ്ഞ തവണ തന്നെ ഒരു മന്ത്രിസ്ഥാനമാണ് ഉണ്ടായിരുന്നത്, മറ്റൊരു സ്ഥാനമാണ് ഉണ്ട്. അത്തരം വല്ല വാഗ്ദാനങ്ങൾ വരട്ടെ, സർക്കാർ വരട്ടെ, അന്നേരം അതിനെപ്പറ്റി സംസാരിക്കാം. അങ്ങേക്ക് ഭൂരിപക്ഷത്തെക്കുറിച്ച്, അങ്ങയുടെ ഭൂരിപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും? എൻ്റെ ഭൂരിപക്ഷത്തെ പറ്റി ഞാൻ ഒരിക്കലും സംസാരിക്കില്ല, അത് ജനങ്ങൾ തീരുമാനിക്കും. ഏതൊക്കെയാലും അഭിമാനകരമായ ഭൂരിപക്ഷത്തോട് വിജയിക്കും എന്നുള്ള സംശയം. ഇടതുമുന്നണിയുടെ ഒരു സംഖ്യ അങ്ങ് പ്രവചിക്കുകയാണെങ്കിൽ ഒരു കംഫോർട്ടബിൾ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുണ്ടാവും, അതിന് സംശയമില്ല. അതിൽ കേരള കോൺഗ്രസിനും ഒരു മികച്ച ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതൽ ഇപ്രാവശ്യം സീറ്റ് കിട്ടും. അങ്ങേക്ക് എല്ലാ ഭാഗങ്ങളും അത്ഭുതപ്പെടേണ്ട, 12 ജയിച്ചാൽ അങ്ങ് ട്രഷറിൽ ബെഞ്ചിൽ നേതൃത്വത്തിൽ അങ്ങ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു.